നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ്. എന്ത് ഭക്ഷണം ആയിരിക്കും ഇവിടെ? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നോക്കാം, നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നല്ല ലൊക്കേഷനാണ് കേട്ടോ, സൂപ്പർ. മഴയുണ്ടായിരുന്നു, മഴയൊക്കെ കുറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ നമ്മൾ അകത്തോട്ട് കയറി. ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ഫുഡ് സദ്യയാണ് കേട്ടോ. നമ്മൾ ഭക്ഷണത്തിൻ്റെ അടുത്ത് എത്താറായി. സാമ്പാർ വേണ്ട. നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് മധ്യ തിരുവിതാംകൂറിലെ ഭക്ഷണം കഴിക്കുന്നത്. പായസമൊക്കെ ഉണ്ട്. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞ് പായസം കുടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ജെറോം, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ക്രിസ്റ്റീന, ഇനി പായസം കഴിക്കാനുണ്ട്. പായസം യെസ്. ജെറോം, കൊള്ളാവോ? അടിപൊളി. നോക്കിക്കോടി. സദ്യ സൂപ്പറായിരുന്നു, ഞാൻ ഫുള്ള് കഴിച്ചു. ഇനി പായസം. അടിപൊളിയാണ്. നമ്മളെ കുട്ടികൾ അവിടെ പെർഫോമൻസ് ചെയ്തില്ലേ, അതിൻ്റെ റീലെടുക്കുകയാണ്. മലയാള മനോരമ ചാനലുകാരാണിത്. അങ്ങനെ നമ്മുടെ കുട്ടികൾ റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞു. തേനിപ്പലും യൂണിവേഴ്സിറ്റി പരിസരമൊന്നും വിട്ടിട്ട് ഞാൻ എന്തൊക്കെയും പോയിട്ടില്ല. എപ്പോഴും അവിടെ തന്നെയാണ് എൻ്റെ മനസ്സും. രോഗങ്ങൾ ഉണ്ടാവുന്നത് ഈ ഭക്ഷണങ്ങളാണ്. പഠനങ്ങൾ വന്നു. അപ്പോൾ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നമുക്ക് ആവശ്യമായത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല പാഠം അതാണ് പറഞ്ഞല്ല. നമ്മുടെ ഇന്നത്തെ നല്ല പാഠത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോവാണ്. ബൈ ബൈ.